നമസ്കാരം, എല്ലാവർക്കും ഇമ്മ്യൂണൽ കമ്പ്യൂട്ടിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ലാറ്റക്സ് സീരീസ് തുടരുകയാണ്. അപ്പോൾ ലാറ്റക്കിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ആദ്യം ലാറ്റക്കിന്റെ ബേസിക് സാധനങ്ങൾ പരിചയപ്പെട്ടു, ബേസിക് സാധനങ്ങൾ ചെയ്തു. ഇനി നമ്മൾ ടെക്സ്റ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലായിരിക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ടെക്സ്റ്റ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംഗതികൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ടെക്സ്റ്റ് സ്റ്റുഡിയോ വെബ്സൈറ്റിൽ പോയി അതിന്റെ നിർദ്ദേശങ്ങളുണ്ട്. വിൻഡോസ്, ലിനക്സ്, മാക് ഏതിൽ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിവിടെ ലിനക്സിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മറ്റേത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും സുഖമായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ടെക്സ്റ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതിനകത്താണ് നമുക്കിനി ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ ചെയ്യുന്നത് പോലെ അല്ലാണ്ട് ഇതിനകത്ത് ചെയ്യുകയും ഇതിൽ ഒരുപാട് ഹെൽപ്പുകൾ, ഇപ്പോൾ സാധനം ഓട്ടോമാറ്റിക് കംപ്ലീഷൻ പോലുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുമ്പ് ചെയ്ത ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് ഇവിടെ മുമ്പ് ചെയ്ത ibc.tech ആണ്. ഇതിന് ഞാൻ ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് സ്റ്റുഡിയോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റ് സ്റ്റുഡിയോക്ക് അകത്തത് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വന്നു. അപ്പോൾ ഇതിൽ ഹൈലൈറ്റിങ് നിങ്ങൾക്ക് കാണാം. ഓരോ സാധനം ഓരോ കളറിൽ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പുതിയൊരു അടി, ഉദാഹരണത്തിന് ഞാനിവിടെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി അത് ഞാൻ ടൈപ്പ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ഒരു ലിസ്റ്റ് ആയിട്ട് വരും. നമുക്കതിന്ന് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മോൾ ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ബിൽഡ് ആൻഡ് വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കമ്പൈൽ മാത്രം. കമ്പൈൽ ജസ്റ്റ് കമ്പൈൽ ചെയ്യുള്ളൂ. എന്തെങ്കിലും എറർ ഉണ്ട് കാണിച്ചു. ഇവിടെ എറർ ഒന്നുമില്ല. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തുള്ള കമ്പൈൽ ആൻഡ് വ്യൂ അല്ലെങ്കിൽ ബിൽഡ് ആൻഡ് വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കിവിടെ അത് PDF ആയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഓരോ തവണ ചെയ്ത് ടെർമിനലെടുത്ത് അവിടെ കമാൻഡ് അടിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കി ഔട്ട്പുട്ട് കാണേണ്ട കാര്യം ഇവിടെ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഡിസ്പ്ലേ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലെൻസ് കിട്ടും. അതുകൊണ്ട് സൂം ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെയും നമുക്ക് സൂം ചെയ്തിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സൗകര്യം എന്ന് പറയുന്നത്. ഇതാണ് ടെക്സ്റ്റ് സ്റ്റുഡിയോൻ്റെ സൗകര്യം. അതുപോലെ തന്നെ പല പല ഫീച്ചറുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോൾഡ്. ഉദാഹരണം ഞാനിപ്പോൾ ഈ ഒരു ഭാഗം ബോൾഡ് ആക്കുകയാണെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ബോൾഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൾഡ് ആക്കാനുള്ള കമാൻഡ് ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ല് ചെയ്ത് നന്നായിട്ട് കണ്ടു. അതുപോലെ അണ്ടർലൈൻ, ഇറ്റാലിക്, എല്ലാത്തിനും ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ആ വ്യത്യാസം കാണാൻ പറ്റും. അണ്ടർഗ്രൗണ്ടിൽ ബോൾഡായി, കോഴ്സ് എന്നുള്ളത് അണ്ടർലൈൻ വന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഇറ്റാലിക്കായി. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും. അങ്ങനെ കുറേ സൗകര്യങ്ങളാണുള്ളത്. പിന്നെ അതുപോലെ ജസ്റ്റിഫൈ ചെയ്യാനും അടുത്ത ലൈനിൽ പോകാനും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ മറ്റു കുറേ കാര്യങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതാണ് സാധാരണ ടെക്സ്റ്റ് എഡിറ്ററും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ നമുക്ക് പലപ്പോഴും സിമ്പിളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ സിമ്പിൾസൊക്കെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചേർക്കാം, സർക്കിൾ എന്നൊക്കെ ചേർക്കാം. പക്ഷേ ഇത് ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് എന്ത് ടെക്സ്റ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലാറ്റക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാൻ ഇതിലെ കണ്ടന്റുകളൊക്കെ ഒന്ന് കളയാണ്. ബിഗിൻ ഡോക്യുമെന്റ്, എൻഡ് ഡോക്യുമെന്റ് മാത്രം നിർത്തിയിട്ട് ഇന്ന് ഞാനവിടെ ലാറ്റക് ഈസ് ഗുഡ് എന്ന് ടൈപ്പ് ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അല്ലേ, ലാറ്റക് എന്ന് ഇങ്ങനെയാണ് വന്നത്. പക്ഷേ ലാറ്റക്കിന് ശേഷം എന്ത് വന്നില്ല, ഒരു സ്പേസ് വന്നില്ല. ഞങ്ങളുടെ സ്പേസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ സ്പേസ് അവിടെ വന്നിട്ടില്ല. അപ്പോൾ സ്പേസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാനിവിടെ ഒരു /സ്പേസ് ഇടുന്നു. അപ്പോൾ എന്ത് വന്നു, ആ സ്പേസ് അവിടെ വന്നു. അപ്പോൾ ഇവിടെ ഈ സ്ലാഷ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതേപോലെ വരികയാണെങ്കിൽ ലാറ്റക് /ഈസ് ഗുഡ് എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് വന്നില്ല, ഈ സ്ലാഷ് പ്രിന്റ് ചെയ്ത് വന്നില്ല. ഈ സ്ലാഷ് എന്നുള്ളത് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഈ സ്പെഷ്യൽ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ലാറ്റക്കിനകത്ത് ചില പ്രത്യേക മീനിങ് ഉള്ള സാധനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലാറ്റക് എന്ന് എഴുതിയ സാധനത്തിന് തൊട്ട് മുമ്പ് സ്ലാഷ് ഉണ്ട്, ബിഗിൻ എല്ലാത്തിനും മുമ്പിൽ സ്ലാഷ് ഉണ്ട്. ഈ സ്ലാഷ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാനുള്ളതല്ല. അത്തരത്തിൽ ഉപയോഗിക്കുന്ന കുറച്ചധികം ക്യാരക്ടറുകളുണ്ട്. അതൊന്നും നമുക്ക് നേരിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവിടെ ഞാനൊരു സ്ലാഷ് ഇട്ട് കഴിഞ്ഞാലും അതൊരു സ്ലാഷ് ഇട്ട് സ്പേസ് ഇട്ടാൽ അതൊരു അഡീഷണൽ സ്പേസ് ആയിട്ടാണ് അവിടെ വരിക. നേരത്തെ പറഞ്ഞ വെറുതെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ വെറുതെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം അവിടെ കൂട്ടില്ല, ഒറ്റ സ്പേസ് ആയിട്ടേ കൂട്ടുള്ളൂ. നേരെ മറിച്ചത് സ്ലാഷ് ഇട്ട് സ്പേസ് ഇടുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം അവിടെ കൂട്ടും. എനിക്കിവിടെ ഈ സ്ലാഷ് ഇവിടെ ഇതേപോലെ വരണം എന്ന് വിചാരിച്ചു. അപ്പോൾ സ്ലാഷ് വരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് /text എന്ന് തന്നെ ടൈപ്പ് ചെയ്താലാണ് നമുക്ക് ആ സാധനം കിട്ടുക. നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, // നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ഒരു കമാൻഡാണ് ടെക്സ്റ്റ് // എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം. മേ ബി ഐ ഹാവ് നോ ലേൺഡ് അബൌട്ട് 1% ഓഫ് ലാറ്റക് എന്ന് വെച്ചാൽ ഇപ്പോൾ 1% ഓഫ് ലാറ്റക് ഞാൻ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള സാധനമാണ്.
ഇത് ഞാനൊന്ന് റെൻഡർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഐ ഹാവ് നോ ലേൺഡ് അബൌട്ട് 1% ഓഫ് ലാറ്റക്സ് എന്നുള്ളത് വന്നിട്ടില്ല. അത് വരാതിരിക്കാനുള്ള കാരണം ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കമൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം എഴുതുമ്പോൾ അത് ഇന്നതാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അഡീഷണലി പ്രിന്റിൽ വരാണ്ട് നമുക്ക് അഡീഷണലി ഒരു ഡോക്യുമെന്റേഷൻ വേണ്ടി എഴുതുന്നതാണ് നമ്മൾ എന്താ പറയുക കമൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് എന്ത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർസെൻറ്റേജ് ആയിട്ട് തന്നെ വരാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ലാഷ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ നൗ ഐ ലേൺഡ് അബൌട്ട് 1% ഓഫ് ലാറ്റക്സ് എന്ന് തോന്നുന്നു. കണ്ടില്ല? ഇതാണ് ഈ സ്പെഷ്യൽ ക്യാരക്ടറുകൾ വരണമെങ്കിൽ ഉള്ള സംഗതി. അപ്പോൾ ഇത്രയും ക്യാരക്ടറുകളാണ് പെർസെൻറ്റേജ്, ഹാഷ്, ഡോളർ തുടങ്ങിയിട്ടുള്ള ഇത്രയും ക്യാരക്ടറുകളാണ് സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പെർസെൻറ്റേജ് ഇട്ടാൽ നേരത്തെ പറഞ്ഞു എന്താണ് കമൻറ്റ്, ഇത്രയും ഭാഗം കമൻറ്റ് ചെയ്തു, അത് നമുക്ക് എററൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് ഓരോന്നായിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ നോക്കാം. അപ്പോൾ പെർസെൻറ്റേജ് പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു സ്ലാഷ് ഇട്ടിട്ട് പെർസെൻറ്റേജ് ഇട്ടാൽ മതി. സ്ലാഷ് ഇട്ട് പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് പ്രിന്റ് ചെയ്യും. സ്ലാഷ് ഇട്ടിട്ട് ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ ഹാഷ് പ്രിന്റ് ചെയ്യും. സ്ലാഷ് ഇട്ടിട്ട് ഡോളർ ഇട്ടാൽ ഡോളർ പ്രിന്റ് ചെയ്യും. സ്ലാഷ് ഇട്ട് ആൻഡ് പ്രിന്റ് ചെയ്യും. സ്ലാഷ് ഇട്ട് അണ്ടർസ്കോർ പ്രിന്റ് ചെയ്യും. സ്ലാഷ് ഇട്ടാൽ സ്ലാഷ് പ്രിന്റ് ചെയ്യില്ല. ഇനി സ്ലാഷ് ഇട്ട് ബ്രാക്കറ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ട, നമുക്ക് ഇവിടെ വന്നിട്ടില്ല. ഒന്നുകൂടി സൂം ചെയ്യാം. പെർസെൻറ്റേജ് പ്രിൻ്റായി, ഹാഷ് പ്രിൻ്റായി, ഡോളർ പ്രിൻ്റായി, എല്ലാം പ്രിൻ്റായി. അതായത് മറിച്ച് ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ സാധനം ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കത് സിൻടാക്സ് എറർ വരും, പ്രശ്നങ്ങളൊക്കെ വരും. കാരണം അത് പ്രിൻ്റ് ചെയ്യില്ല. കണ്ടില്ലേ, നമുക്ക് എററാണ് വരുന്നത്. നമുക്കറിയാം സ്ലാഷ് ഇട്ടാൽ സ്ലാഷ് പ്രിൻ്റ് ചെയ്യില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ പെർസെൻറ്റേജും ഹാഷും ഡോളറും ആൻഡും ഇതൊക്കെ നോക്കി 3 എണ്ണം ബാക്കിയുണ്ട്. ഈ 3 എണ്ണത്തിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് \, അതുപോലെ ടെക്സ്റ്റ് ആസ്കി ടിൽഡെ, അതുപോലെ ടെക്സ്റ്റ് ആസ്കി സർക്കം, ഇത്രയും സാധനങ്ങളാണ് ഈ നമുക്ക് എന്തൊക്കെ പ്രിന്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ സ്ലാഷിന് ടെക്സ്റ്റ് \, ടിൽഡ പ്രിന്റ് ചെയ്യാൻ ടെക്സ്റ്റ് ആസ്കി ടിൽഡെ, നമ്മളെ എക്സ്ട്രേസ് ടു എന്നൊക്കെ എഴുതുന്ന സാധനം പ്രിന്റ് ചെയ്യാൻ ടെക്സ്റ്റ് ആസ്കി സർക്കം. ഇങ്ങനെയാണ് വേണ്ടത്. ഈ 3 എണ്ണത്തിന് മാത്രമേ ഇങ്ങനെയുള്ളൂ. ബാക്കിയുള്ള ഇതിനൊക്കെ മുമ്പ് സ്ലാഷ് ഇട്ടാൽ മതി. അപ്പോൾ ഡബിൾ സ്ലാഷ് ഇട്ടാൽ സംഭവിക്കും, അതായത് സ്ലാഷ് എന്നിട്ടെന്ന് സംഭവിക്കും നോക്കാം. നമ്മൾ സ്ലാഷ് അതിപ്പോൾ ടെക്സ്റ്റ്, ഇപ്പോൾ ടെക്സ്റ്റ് ഒറ്റ ലൈനിലാണ് എഴുതിയിരിക്കുന്നത് ഞാൻ. നമ്മുടെ റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ 2 സ്ലാഷ് ഇടുമ്പോൾ ഒരു ന്യൂ ലൈൻ ആയിട്ടാണ് വരുന്നത്. അതിനാണ് 2 സ്ലാഷ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 2 സ്ലാഷ് ഇടുമ്പോൾ സ്ലാഷ് പ്രിന്റ് ചെയ്ത് കിട്ടാം. സ്ലാഷ് ടിൽഡിൻ സ്ലാഷ് സർക്കൊക്കെ ഇംഗ്ലീഷ് റൈറ്റിംഗ് ആക്സെന്റ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റത്, നമുക്ക് ജസ്റ്റ് ഒരു സ്ലാഷ് ഇട്ട് ഉപയോഗിക്കാൻ പറ്റത്. വേറെ സ്ഥലത്ത് അത് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ വേറെ പേരിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഡബിൾ സ്ലാഷിൻ്റെ കാര്യമാണ്. ഡബിൾ സ്ലാഷിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ എന്നുള്ള ലൈന് മുറിക്കാണ്ട് ഉപയോഗിക്കും. അപ്പോൾ ഉദാഹരണത്തിന് സെക്കൻഡ് ലൈൻ കഴിഞ്ഞ് ഞാൻ ഇവിടെ 2 ഇതിട്ടിട്ട് തേർഡ് ലൈൻ എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ തേർഡ് ലൈനായിട്ട് കിട്ടും. എന്നാൽ ഇതിനകത്ത് നമുക്ക് അഡീഷണൽ പാരാമീറ്ററും കൂടി പാസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ 10 pt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 ലൈനും തമ്മിലുള്ള ഗ്യാപ്പ്, സെക്കൻഡും തേർഡും തമ്മിലുള്ള ഗ്യാപ്പ് 10 പോയിന്റ് ആയിട്ട് മാറും. അത് വേണമെങ്കിൽ എനിക്ക് 5 പോയിന്റ് ആക്കിയാൽ അത് 5 പോയിന്റിലേക്ക് മാറും, അതല്ലേ. 1 പോയിന്റ് ആക്കിയാൽ തമ്മിലുള്ള ഗ്യാപ്പ് മാറും. അപ്പോൾ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് എത്ര പോയിന്റ് 2 ലൈൻ തമ്മിൽ ഗ്യാപ്പ് വേണമെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. ഇതിലൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/72 ഇഞ്ചാണ്. അതായത് ഒരു ഇഞ്ചിന്റെ 72 ഭാഗത്തിൽ ഒന്നാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നതിന്റെ കണക്ക്. ഇനി നമുക്ക് കുറച്ച് ഫോണ്ടിന്റെ കാര്യം നോക്കാം. ഇപ്പോൾ ഈ ഒരു ടേബിൾ നോക്കാം. അപ്പോൾ ഈ ടേബിളിനകത്ത് നമുക്ക് കാണാം ഫാമിലി ഉണ്ട്, സീരീസ് ഉണ്ട്, ഷേപ്പും ഉണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഫോണ്ടാണ്. ഇപ്പോൾ മെയിനായിട്ട് റോമൻ എന്ന് പറഞ്ഞാൽ സാധാരണ എഴുതുന്ന ടെക്സ്റ്റ്, സാൻസ് സെരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സെരിഫില്ലാത്ത ഫോണ്ടുകളാണ്. ടൈപ്പ് റൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ട വ്യത്യാസം മനസ്സിലാവും. ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഫോണ്ട്. ഈ 3 ടൈപ്പ് ഫോണ്ടാണ് മെയിനായിട്ടുള്ളത്. റോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെരിഫ് ഫോണ്ടുകളാണ്. സെരിഫും സാൻസ് സെരിഫും എന്നുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ 6ൻ്റെ ഒക്കെ ഇവിടെ ഒരു കുനിപ്പ് നിങ്ങൾ കാണാം. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ആ ഒരു മുകളിലും താഴെയുള്ള ഒരു അഡീഷണൽ കൊമ്പ് പോലുള്ള സാധനം അത് ഉള്ളതിനാണ് നമ്മൾ സെരിഫ് എന്ന് പറയുക. അതില്ലാതെയാണ് സാൻസ് സെരിഫ്. ഇപ്പോൾ സാൻസ് സെരിഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ മോൾ ഭാഗത്തുള്ള കുനിപ്പ് ഇതിൽ കാണാൻ പറ്റില്ല. അതാണ് സെരിഫും സാൻസ് സെരിഫും തമ്മിലുള്ള വ്യത്യാസം. ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് റൈറ്ററിൽ മോഡലിൽ വരുന്ന ഒരു ടൈപ്പ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ആർ എം ചെയ്ത് നമുക്ക് റോമൻ കിട്ടും. ടെക്സ്റ്റ് SF ചെയ്ത് സാൻസ് സെരിഫ് കിട്ടും. ടെക്സ്റ്റ് TT എന്ന് എഴുതി കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റർ കിട്ടും. ഇനി അതിൻ്റെ സീരീസ് ഉണ്ട്, മീഡിയം ആണോ ബോൾഡ് ഫേസ് ആണോ എന്നുള്ളത്. ടെക്സ്റ്റ് MD എന്ന് വെച്ചാൽ ടെക്സ്റ്റ് മീഡിയം. അപ്പോൾ നമുക്ക് മീഡിയത്തിലുള്ള ടെക്സ്റ്റ് കിട്ടും. ഇത് നമുക്ക് എന്തായാലും എക്സാമ്പിളിലൂടെ കാണിക്കാം. അതുപോലെ അതിന് ഷേപ്പ് ഉണ്ട്. ഷേപ്പ് എന്ന് വെച്ചാൽ നേരെ നിൽക്കുന്നതാണോ, ഇറ്റാലിക് ആണോ, സ്ലാൻഡഡ് ആണോ, സ്മാൾ ക്യാപ്പ് ആണോ. അപ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ പോലെ, ഇറ്റാലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞിട്ട്, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ചെരിഞ്ഞിട്ടാണ്. പക്ഷേ രണ്ടും നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഫോണ്ടിൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും കൂടി ചെരിച്ചാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്മാൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ചെറുത് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിട്ടുള്ളത്. അതാണ്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെരിഫ് ഫോണ്ടിലാവാം, അല്ലെങ്കിൽ സാൻസ് സെരിഫ് ഫോണ്ടിലാവാം. അതന്നെ ബോൾഡ് ആവാം, അല്ലെങ്കിൽ മീഡിയം ആവാം. അതല്ലെങ്കിൽ അതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്ലാൻഡേർഡ് ആവാം, ഇറ്റാലിക് ആവാം, നേരെയുള്ളതൊക്കെ ആവാം. ടെക്സ്റ്റ് SF എന്നാണെങ്കിൽ എന്ത് വരും, സാൻസ് സെരിഫ് ഫോണ്ടിൽ വരും. അപ്പോൾ ഐ ആം റൈറ്റിംഗ് കണ്ടത് സാൻസ് സെരിഫിലാണ് വന്നിരിക്കുന്നത്. ഇനി സെരിഫിൽ എഴുതാൻ നോക്കാം. ഈ സാധനം കൂടി കളഞ്ഞേക്കാം. RM, അത് റോമൻ ലെറ്ററിൽ എഴുതാം. RM എന്ന് എഴുതാം. അപ്പോൾ നിങ്ങളെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു എൻ്റർ ഇട്ട് എഴുതാവുന്നതാണ് നല്ലത്. സാൻസ് സെരിഫും സെരിഫും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാലും ആ ഒരു കുനിപ്പ് മോഡലില്ല. ഇനി മറ്റൊരു മോഡൽ പറഞ്ഞത് എന്തായിരുന്നു, ടൈപ്പ് റൈറ്റർ ആയിരുന്നു. അതിന് ടെക്സ്റ്റ് TT എന്ന് എഴുതിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് ടൈപ്പ് റൈറ്റർ ഫോണിൽ നിന്ന് വരുന്നു. ഒരു എൻ്ററും കൂടി ഇവിടെ കൊടുത്തേക്കാം. കണ്ടില്ലേ, ടൈപ്പ് റൈറ്റർ ഫോൺ. ഇതാണ് 3 ടൈപ്പ് ഫോണ്ടുകൾ. ഇനി അടുത്ത് പറയുന്നതിൻ്റെ ടൈപ്പ് ഫേസുകളാണ്. ഫേസ് എന്ന് പറയുമ്പോൾ മീഡിയം, ബോൾഡ് ഫേസ്. ഇപ്പോൾ ടെക്സ്റ്റ് MD എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ എഴുതാം. സാധാരണ ഡിഫോൾട്ടായിട്ട് വരുന്നത് ടെക്സ്റ്റ് MD തന്നെയാണ്. അപ്പോൾ നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ BF കൊടുത്ത് നോക്കാം. അപ്പോൾ കണ്ടില്ല, ദിസ് എന്നുള്ളത് എന്തായി, ബോൾഡായി. MD എന്ന് വെച്ചാൽ നോർമലാണ്, മീഡിയം. ദിസ് എന്നുള്ളത് ഇപ്പോൾ ബോൾഡായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഷേപ്പ് കൊടുത്ത് നോക്കാം. അപ്രൈറ്റ്, ഇറ്റാലിക്, സ്ലാൻഡഡ്. ഞാൻ ഡിഫോൾട്ടായിട്ട് ഒരു അപ്രൈറ്റ് ആണ്. അപ്പോൾ ഇതിനൊക്കെ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ റോമൻ, പക്ക ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ റോമൻ, മീഡിയം, അപ്രൈറ്റ് ആണ് ഡിഫോൾട്ടായിട്ട് വരിക. ബാക്കി നമ്മൾ എന്തെങ്കിലും മാറ്റി കൊടുത്തലാണ് വരിക. ഇപ്പോൾ ടെക്സ്റ്റ് അപ്പ് എന്നുള്ളത് ഓൾറെഡി അപ്പായിരിക്കും. നമുക്ക് ഇറ്റാലിക് ആക്കി തിരിച്ചറിയാം. അപ്പോൾ ടെക്സ്റ്റ് ഇറ്റ് ഒന്ന് ആക്കി നോക്കാം. ടെക്സ്റ്റ് ഇറ്റ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, ഇറ്റാലിക് ഇതാണ്. ഇതിന് മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ടെക്സ്റ്റ് VF ബോൾഡ് എന്നുള്ള എഴുതുന്നത്. ഇപ്പോൾ കളയാം, ബോൾഡ് മാത്രം നിർത്താം. ഇപ്പോൾ ടെക്സ്റ്റ് BF എന്ന് എഴുതുന്നതിന് പകരം വേറൊരു ഓപ്ഷനാണ് BF സീരീസ് എന്ന് എഴുതുന്നത്. ഞാൻ എഴുതി കാണിച്ചു തരാം. BF സീരീസ് എഴുതുന്നവർ നമുക്ക് സെയിം ഔട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് BF എന്ന് കൊടുത്തു നോക്കാം. ട്രയാങ്കിളിന് മാത്രം. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ മാത്രം ബോൾഡായിട്ട് വന്നു കണ്ടു.
BF സീരീസ് കൊടുക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന് ശേഷമുള്ള എല്ലാ ബോൾഡ് ഫേസ് ആവുന്നത് കണ്ടോ, എല്ലാം ബോൾഡായി. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ BF സീരീസിന് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞത് കഴിഞ്ഞാൽ ഇതടക്കം ബ്രാക്കറ്റിൽ കൊടുത്താലേ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നോക്കാം, കണ്ടല്ലേ, ഇതടക്കം ബ്രാക്കറ്റിൽ കൊടുത്താൽ അത് മാത്രമായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് മൊത്തം ആ പാരഗ്രാഫിന് മൊത്തം അതങ്ങ് എടുക്കും. ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് അപ്പ്, ടെക്സ്റ്റ് ഇറ്റ്, ടെക്സ്റ്റ് SL നമ്മൾ നേരത്തെ നോക്കിയതാണ്. ടെക്സ്റ്റ് MD ഇതിനൊക്കെ പകരം ഡിക്ലറേഷനായിട്ട് അപ്പ് ഷേപ്പ്, ടെക്സ്റ്റ് അപ്പിന് അപ്പ് ഷേപ്പ്, ടെക്സ്റ്റ് ഇറ്റിന് ഇറ്റ് ഷേപ്പ്, ടെക്സ്റ്റ് SLന് SL ഷേപ്പ്, അങ്ങനെ കൊടുക്കാം. അതായത് ഷേപ്പിന് നേരെ ഷേപ്പ് എന്ന് വരും, സീരീസിന് നേരെ സീരീസ് എന്ന് വരും, ഫാമിലിക്ക് നേരെ ഫാമിലി എന്ന് വരും. ഇവിടെയൊക്കെ ടെക്സ്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെ റോമന് RM, സാൻസ് സെരീഫിന് SF, ടൈപ്പ് റൈറ്ററിന് TT, അതുപോലെ അപ്പിന് UP, ഇറ്റാലിക് എന്ന് വന്ന പോലെ ഇപ്പുറത്തെ എന്ത് ചെയ്യും, അതിൻ്റെ ഷേപ്പാണോ സീരീസ് ആണോ ഫാമിലി എന്നനുസരിച്ചിട്ട് ആ രണ്ടക്ഷരങ്ങൾ പ്ലസ് അതിൻ്റെ മെത്തേഡ് എന്നുള്ള രീതി. അതായത് ഷേപ്പ് ആണെങ്കിൽ അപ്പ് ഷേപ്പ്, ഇറ്റ് ഷേപ്പ്, ഇപ്പുറത്താണെങ്കിൽ MD സീരീസ്, BF സീരീസ്, ഇപ്പുറത്താണെങ്കിൽ RM ഫാമിലി, TT ഫാമിലി തുടങ്ങിയിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര് പോകുന്നത്. SL ഷേപ്പ് എടുത്തിട്ട് BF സീരീസിനെ മാറ്റിക്കളയുന്നു. SL ഷേപ്പ് സ്ലാൻഡഡ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്ലാൻഡഡിൻ്റെ ഇടയിൽ കൂടെ വരത്തുള്ളൂ. സ്ലാൻഡഡ് എന്നുള്ളത് ചെരിഞ്ഞിട്ട് വന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി അടുത്ത സൈസുകളാണ്. കുറച്ച് സൈസുകളുണ്ട്. ടൈനി സൈസ്, സ്ക്രിപ്റ്റ് സൈസ്, ഫുട് നോട്ട് സൈസ്, സ്മോൾ സൈസ്, നോർമൽ സൈസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോർമൽ സൈസിലാണ് സാധാരണ ഉണ്ടാവുക. സ്മോൾ സൈസ് ആണെങ്കിൽ നമ്മൾ സ്മോൾ കൊടുക്കുക, ഫുട് നോട്ട് സൈസ്, സ്ക്രിപ്റ്റ് സൈസ്, ടൈനി സൈസ്. ലാർജ് ആണെങ്കിൽ ലാർജ് സൈസ്. ഇപ്പോൾ ലാർജിൽ തന്നെ വ്യത്യാസം നോക്കി മനസ്സിലാവും. സ്മോൾ ലെറ്റർ ലാർജിന് എഴുതി കഴിഞ്ഞാൽ കുറച്ച് വലുത് കിട്ടും. ക്യാപിറ്റൽ ലെറ്റർ L തുടങ്ങിയിട്ട് ലാർജിന് എഴുതി കഴിഞ്ഞാൽ കുറച്ച് വലുത് കിട്ടും. ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ലാർജിന് എഴുതി കുറച്ച് വലുത്, ഹ്യൂജ് എഴുതി അതിലും വലുത്, ക്യാപിറ്റൽ ലെറ്റർ ഹ്യൂജ് എഴുതി അതിലും വലുത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഞാൻ തൽക്കാലത്തിന് ഹ്യൂജ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഹ്യൂജ് സൈസ് എന്ന് പറഞ്ഞ് ഞാനിവിടെ എൻ്റർ അടിച്ചേക്കാം. കണ്ടില്ലേ? അപ്പോൾ സൈസ് എന്നുള്ളത് വളരെ ഹ്യൂജ് ആയിട്ട് പ്രിന്റ് ചെയ്തു. ഇത് സ്മോൾ ആക്കണമെങ്കിൽ ഒന്നുമില്ല, സ്മോൾ എന്ന് കൊടുക്കുന്നു. അപ്പം അത് സ്മോളായി. ഇനി വളരെ ചെറുതാക്കണമെങ്കിൽ ടൈനി എന്നടിച്ചാൽ മതി. വളരെ ചെറുതാവും. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇതിനൊക്കെ ടെക്സ്റ്റുഡിൽ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം മാറ്റണം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈനിയിൽ ക്ലിക്ക് ചെയ്താൽ അത് ടൈനി ആവും. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലേ ഫുട് നോട്ട് സൈസ്, സ്ക്രിപ്റ്റ് സൈസ്, ലാർജ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ മാറ്റി നോക്കാവുന്നതാണ്. ഓരോന്നിനും പോയിട്ട് കോഡ് എഴുതണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയ ഈ ഒരു, അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയത് ഫോണ്ടും അതുപോലെ തന്നെ അതിൻ്റെ സൈസും ഒക്കെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത ആ സർട്ടിഫിക്കറ്റ് ഓർമ്മ ഉണ്ടാവില്ല, ആ സർട്ടിഫിക്കറ്റ് ഒന്ന് മാറ്റി ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഇവിടെ ഹെഡിങ് കുറച്ച് കട്ടി കൂടി വലുതായി. സർട്ടിഫിക്കറ്റിന് എഴുതിയതിൻ്റെ സൈസ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് മാറ്റം വരുത്തിയെന്നുള്ളത്. ഇവിടെ BF സീരീസ് ആയി ഹ്യൂജ് ആണ് അല്ലേ. അപ്പോൾ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതിന് BF സീരീസ് അത് ബോൾഡ് ഫേസ് ആണ്, ഹ്യൂജ് ആണ്. ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം അവിടെ എഴുതി കൊടുത്തിരിക്കുകയാണ്. SC ഷേപ്പ് എന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്പ് ഷേപ്പ്, അതായത് അതിൻ്റെ ഷേപ്പ് സ്മോൾ ക്യാപ്പ് ആയിരിക്കണം. അപ്പോൾ ഒക്കെ ക്യാപ് ലെറ്ററിലാണ് വരിക. ലാർജ് ആയിരിക്കണം എന്ന് വെച്ചാൽ വലിയ ടെക്സ്റ്റ് വല്ല, അതായത് ഹ്യൂജിനേക്കാൾ കുറച്ച് ചെറുത് ലാർജ്. സർട്ടിഫിക്കറ്റിൻ്റെ ഇരുന്ന് അങ്ങനെ വേണം. നോ ഇൻഡൻറ്റ് പാടില്ല. അതുപോലെ ഡയറക്ടർ എഴുതിയിരിക്കുന്ന അത് എന്താണ് എഴുത്ത് കണ്ടാൽ അറിയാം അത് സാൻസ് സെരീഫാണ്. അപ്പോൾ സാൻസ് സെരീഫ് ഫാമിലീൻ്റെ SF ഫാമിലി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ടെക്സ്റ്റിനകത്ത് അതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് സൈസും ഫോണ്ടും അതിൻ്റെ ഫോണ്ടിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 ടൈപ്പ് ഫോണ്ട്, സാൻസ് സെരീഫ്, റോമൻ, അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഫോണ്ട്, പിന്നെ ഇതിൻ്റെ വലിപ്പങ്ങളും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഗതികളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്.